വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചരമദിനം ഇന്ന് ലോകവ്യാപകമായി തന്നെ ആചരിക്കുന്ന, ഓർമ്മിക്കുന്ന, ആഘോഷിക്കുന്ന, പഠനവിധേയമാക്കുന്ന ഗൗരവമായ ഒരു സന്ദർഭമായി മാറിയിരിക്കുകയാണ്. വാസ്തവത്തിൽ ബഷീറിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ബഷീർ അനുകരിക്കാൻ പറ്റാത്ത ഒരു എഴുത്തുകാരനാണ്. ബഷീർ ആരെയും അനുകരിച്ചിട്ടില്ല എന്നതുപോലെ തന്നെ ബഷീറിനെയും ആർക്കും അനുകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ബഷീറിൻ്റെ പല സവിശേഷതകളിൽ ഒരു മുഖ്യമായ സവിശേഷത. വാസ്തവത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ബഷീർ ഒരു യുനീക്ക് ഫെനോമിനായി അല്ലെങ്കിൽ വേറിട്ടൊരു പ്രതിഭാസമായി മലയാള സാഹിത്യ ചരിത്രത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. മറ്റാരെയും കൊണ്ടും ബഷീറിന് ഒരു പകരക്കാരനായി നമുക്ക് സ്ഥാപിക്കാൻ കഴിയില്ല. നമ്മുടെ കവിതയുടെ ചരിത്രത്തിൽ, കഥയുടെ ചരിത്രത്തിൽ, നോവലിൻ്റെ ചരിത്രത്തിൽ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സാദൃശ്യമുള്ള എഴുത്തുകാരെ കാണാം. ഒരുപാട് പേർ പലരെയും അനുകരിക്കുന്നതായി കാണാം. എന്നാൽ അങ്ങനെ അനുകരിക്കാൻ കഴിയാത്ത കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് മലയാള സാഹിത്യത്തിൽ തികച്ചും വേറിട്ട, ഇപ്പോഴും എപ്പോഴും വേറിട്ട സ്ഥാനം വാസ്തവത്തിൽ ബഷീർ നിലനിർത്തുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അത് ബഷീറിൻ്റെ ഭാഷാപരമായ സവിശേഷതകൾ, ബഷീറിൻ്റെ ആഖ്യാനത്തിൻ്റെ പ്രത്യേകതകൾ, ബഷീറിൻ്റെ രചനയുടെ ഉള്ളടക്കത്തിൻ്റെ പ്രത്യേകതകൾ, ബഷീറിൻ്റെ ദാർശനിക സമീപനത്തിൻ്റെ പ്രത്യേകതകൾ, ഇങ്ങനെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള, മൗലികമായിട്ടുള്ള പ്രത്യേകതകൾ കൊണ്ട് ബഷീറിനെ മറ്റൊരു എഴുത്തുകാരന് അല്ലെങ്കിൽ എഴുത്തുകാരിക്ക് അനുകരിക്കാനോ മറ്റൊരു ബഷീറിനെ മറ്റൊരാൾക്ക് ഉണ്ടാക്കാനോ കഴിയാത്ത വിധം വേറിട്ട് നിൽക്കുകയാണ്. അതുതന്നെയാണ് ബഷീറിൻ്റെ വാസ്തവത്തിൽ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഇത്ര മഹാനായ ഒരു എഴുത്തുകാരൻ കേരളത്തിലുണ്ടായിട്ടും നമുക്ക് ബഷീറിന് എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ബഷീർ ജീവിച്ചിരിക്കുന്ന കാലത്താണ് കേരളത്തിൽ ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത്. അന്ന് അത് ലഭിച്ച വ്യക്തിയുടെ പേര് നമ്മളിപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹിത്യ വിദ്യാർത്ഥിയോട് പോലും ചോദിച്ചാൽ അറിയുന്നുണ്ടാവില്ല. അതേസമയത്ത് ബഷീറിന് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടാത്തതുകൊണ്ട് ബഷീറിന് യാതൊരു കോട്ടവും തട്ടിയില്ല, ഒരു പരിക്കും സംഭവിച്ചിട്ടില്ല. അതേസമയം ബഷീറിന് എഴുത്തച്ഛൻ പുരസ്കാരം കൊടുത്തില്ല എന്നുള്ളത് വാസ്തവത്തിൽ കേരളത്തിന് എന്നും ദുഃഖിക്കേണ്ടി വരുന്ന, വാസ്തവത്തിൽ വേണമെങ്കിൽ ബഷീറിന് മരണാനന്തരം പോലും കൊടുക്കായിരുന്നു, തിരിച്ചറിഞ്ഞ സന്ദർഭത്തിലെങ്കിലും കൊടുക്കായിരുന്നു. പക്ഷേ അങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ മലയാള സാഹിത്യത്തിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിർണ്ണയിക്കുന്നതിലുള്ള വിവേചനപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരിടം കൂടി നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. വാസ്തവത്തിൽ ബഷീർ വലിയ സമരോത്സുക ജീവിതം നയിച്ച ഒരാളാണ്. ആ സമരോത്സുക ജീവിതത്തിൻ്റെ ആവിഷ്കാരമാണ് അദ്ദേഹത്തിൻ്റെ രചനകളെല്ലാം തന്നെ. അദ്ദേഹത്തിൻ്റെ രചനകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1950-കൾക്ക് മുമ്പ് തന്നെ മലയാള സാഹിത്യത്തിൽ വേറിട്ട ഒരു ഇടമുണ്ടാക്കിയ ഒരാളാണ് ബഷീർ. യഥാർത്ഥത്തിൽ 1938 മറ്റോ ആണ് ധർമ്മരാജ്യം എഴുതുന്നത്. ധർമ്മരാജ്യത്തിൻ്റെ പേരിലാണ് പുസ്തകം കണ്ടുകെട്ടുന്നത്. അതുപോലെ സർ സി പി അദ്ദേഹത്തിനെതിരായി വാറൻറ്റ് പുറപ്പെടുവിക്കുന്നത്. അതുകൊണ്ട് സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുക മാത്രമല്ല ബഷീർ ചെയ്തിട്ടുള്ളത്. ബഷീറിൻ്റെ എഴുത്തുകൾ തന്നെ വളരെ സമരോത്സുകവും ദാർശനികവും വേറിട്ടതുമായിരുന്നു. ഒരേ സമയം സാധാരണ പൗരന്, സാധാരണ വിദ്യാർത്ഥികൾക്ക്, വിദ്യാർത്ഥിനികൾക്ക് ഒക്കെ വായിക്കാൻ പറ്റുന്ന എഴുത്ത് ഭാഷ ബഷീർ ആവിഷ്കരിച്ചു. അതേസമയത്ത് വളരെ മൗലികമായ ദാർശനിക സമസ്യകൾ, ചോദ്യങ്ങൾ ബഷീർ മുന്നോട്ട് വെക്കുകയും ചെയ്തു. ബഷീർ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ
2 ബഷീർ ഉണ്ട് എന്ന് കാണാൻ പറ്റും. ബഷീർ യഥാർത്ഥത്തിൽ ഏതാണ്ട് ഒരു 50 വയസ്സിലാണ് വിവാഹിതനാവുന്നത്. വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കുന്ന ഒരു ബഷീറും വിവാഹപൂർവ സമരോത്സുക ജീവിതം നയിച്ച ഒരു ബഷീറും, അങ്ങനെ 2 ബഷീറിനെ നമുക്ക് കാണാൻ പറ്റും. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം വിവാഹപൂർവ ബഷീറാണ് യഥാർത്ഥത്തിൽ ഒരുപാട് സന്ദർശിക്കുന്ന, ഒരുപാട് സഞ്ചരിക്കുന്ന, ഒരുപാട് സത്യാന്വേഷകനായി വിവിധങ്ങളായ ജീവിതം ജീവിക്കുന്ന ഒരു ബഷീർ എന്നുള്ളത്. അതുകൊണ്ട് ബഷീറിനെ സംബന്ധിച്ചിടത്തോളം 2 ജീവിതമുണ്ട്. ചിന്തയിൽ എപ്പോഴും ഒരേ രീതിയിലുള്ള ദാർശനിക വ്യതയും ദാർശനികമായ ഉത്കണ്ഠകളും അന്വേഷണങ്ങളും ഒക്കെ ആണെങ്കിലും ബഷീറിനെ സംബന്ധിച്ചിടത്തോളം ആദ്യകാല ബഷീർ എന്നുള്ളത് പിൽക്കാല ബഷീറിൽ നിന്ന് വേറിട്ട ഒരു ബഷീറാണ് എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ആദ്യകാല ബഷീറിൻ്റെ സഞ്ചാരവും അന്വേഷണവും അപഗ്രഥനവും സമരങ്ങളുമാണ് വാസ്തവത്തിൽ ബഷീറിൻ്റെ ഒരു കർത്തൃത്വ രൂപീകരണം നിർവഹിക്കുന്നത്. ബഷീർ എന്ന എഴുത്തുകാരനെ, ബഷീർ എന്ന രചയിതാവിനെ നിർണയിക്കുന്നത് ആദ്യകാല ബഷീറാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ബഷീറിൻ്റെ ആദ്യകാല ബഷീറിൻ്റെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ അദ്ദേഹം എവിടെ പോയി, എത്ര യാത്ര ചെയ്തു, അതിന് കണക്കെവിടെ എന്നൊക്കെ വളരെ പ്രശസ്തരായിട്ടുള്ള ചില സാഹിത്യകാരന്മാർ, NS മാധവനെ ഒക്കെ പോലുള്ള ആളുകൾ പിൽക്കാലത്ത് ചോദിക്കുകയും എഴുതുകയൊക്കെ ചെയ്തു. വാസ്തവത്തിൽ ബഷീറിനെ മനസ്സിലാക്കാതെ ഉള്ള ചോദ്യമാണ് എന്ന് നമുക്ക് എളുപ്പം തിരിച്ചറിയാൻ പറ്റും. കാരണം ബഷീർ നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന പോലെ പിന്നെ കൃത്യമായി ടിക്കറ്റ് ബുക്ക് ചെയ്തോ അല്ലെങ്കിൽ ഹോട്ടൽ ബുക്ക് ചെയ്തോ ഒന്നും പോകുന്ന ആളല്ല. മറിച്ച് ബഷീർ തികച്ചും അന്വേഷകനാണ്. ബഷീറിൻ്റെ ബാപ്പയുടെ ഒരാട്ടിലാണ് ബഷീർ അങ്ങ് എത്തിപ്പോയത് എന്നൊക്കെ സാധാരണ ആലങ്കാരികമായിട്ട് പറയാറുണ്ട് വിജയമാഷൊക്കെ. പക്ഷേ അങ്ങനെയും പറയുന്നത് ശരിയല്ല. കാരണം ബഷീർ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും പോയ ആളല്ല. കാരണം ബഷീർ ഈ രാജ്യം, ഈ ധർമ്മരാജ്യം എന്തുകൊണ്ടിങ്ങനെ ക്ഷയിച്ചു പോകുന്നു, എന്തുകൊണ്ടിങ്ങനെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ ദുഃഖിതരായി, പീഡിതരായി, ചൂഷിതരായി കഴിയുന്നു എന്ന ചോദ്യമാണ് ബഷീറിനെ ആദ്യം മുതലേ ആകുലപ്പെടുത്തിയത്. മനുഷ്യർക്ക് എന്തുകൊണ്ട് മനുഷ്യർക്കിടയിൽ മതിലുകൾ ഉണ്ടാവുന്നു, മനുഷ്യർക്ക് എന്തുകൊണ്ട് കഷ്ടാൽ കഷ്ടതരമായ ജീവിതം അനുഭവിക്കേണ്ടി വരുന്നു, ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടാണ് ബഷീർ സാഹിത്യത്തിലേക്ക് വരുന്നത് എന്ന് കാണാൻ പറ്റും. നമുക്കിപ്പം ജീവിതത്തിലെ ഏറ്റവും ദൈന്യമായ അവസ്ഥയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്ത്രീയായാലും പുരുഷനായാലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ശരീരം വിൽക്കേണ്ടി വരുന്ന അവസ്ഥ. അങ്ങനെ വിൽക്കേണ്ടി വരുന്ന അവസ്ഥയുള്ള മനുഷ്യരെ അതിൽ തന്നെ പാവപ്പെട്ടവരുടെ വേശ്യ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് തന്നെ ആ രീതിയിലുള്ള മെറ്റാഫറുകൾ ഉണ്ടാവണമെങ്കിൽ തന്നെ ജീവിതത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് നോക്കുന്ന ഒരു ബഷീറിനെ നമുക്കവിടെ കാണാൻ പറ്റും. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ പ്രാന്തങ്ങളിലേക്കും, എല്ലാ ഓരങ്ങളിലേക്കും, എല്ലാ അരികുകളിലേക്കും നിരന്തരം സഞ്ചരിച്ചുകൊണ്ട്, നിരന്തരം നോക്കിക്കൊണ്ട് വേറിട്ട ഒരു മാനവികത വാസ്തവത്തിൽ ബഷീർ അദ്ദേഹത്തിൻ്റെ ആദ്യകാല ജീവിതത്തിൽ, വിവാഹപൂർവ്വ ജീവിതത്തിൽ, കുടുംബജീവിത പൂർവ്വ ഘട്ടത്തിൽ അദ്ദേഹം ആന്തരവൽക്കരിക്കുകയും അത് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ രചനകളിലുടനീളം നമുക്ക് പല രീതിയിലായി, പല ഭാഷയിലായി, പല കഥകളിലൂടെയായി, പല കഥാപാത്രങ്ങളിലൂടെയായി ആവിഷ്കരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ബഷീറിനെ കുറിച്ച് പറയുമ്പോൾ ബഷീർ, അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ബഷീറിനെ ആളുകൾക്ക് ഒരു തരത്തിലും ഉപേക്ഷിക്കാൻ പറ്റാത്തത്. പല എഴുത്തുകാരുടെയും പഴയ കാലത്തുള്ള കൃതികളൊക്കെ നമ്മളിപ്പോൾ എടുത്ത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ അത് നമുക്ക് സമ്മതിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെ വളരെ എളുപ്പത്തിൽ വായിച്ചു പോകാത്ത രീതിയിൽ നമുക്ക് അനുഭവപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. സ്വയം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, സമൂഹത്തിൽ സാധാരണ വായിക്കുന്ന ആളുകൾക്കൊക്കെ കാണാൻ പറ്റും. പക്ഷേ ബഷീറിന് അത് സംഭവിക്കാതിരിക്കുന്നത് ബഷീറിൻ്റെ രചനകളിലുടനീളം ഒരു വലിയൊരു ത്രെഡ്, വലിയൊരു നൂല്, അങ്ങനെ നമ്മുടെ വിഗൻസ്റ്റൈൻ്റെയൊക്കെ ഫാമിലി റിലേഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു കുടുംബപരമായ ബന്ധം ഒരു നൂലായി എല്ലാ കഥകളെയും, എല്ലാ ആവിഷ്കാരങ്ങളെയും, എല്ലാ രചനകളെയും കൂട്ടിച്ചേർക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ കോഴിക്കോട്ട് ഞാൻ പറഞ്ഞല്ലോ കുടുംബപൂർവ്വ ജീവിതവും
കുടുംബജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഈ കോഴിക്കോട്ട് താമസം ഉറപ്പിച്ചതിന് ശേഷമുള്ള 2 ബഷീറുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇവിടെ താമസം ഉറപ്പിച്ച ബഷീറിനോട് അദ്ദേഹത്തിൻ്റെ ഈ യാ ബാൽ ഷരീഫ് എന്ന കഥ ഒരു ഉദാഹരണത്തിന് അത് തിരുത്താൻ വേണ്ടി പല സുഹൃത്തുക്കളും നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു പ്രത്യേകം ബഷീറിൻ്റെ ഈ കോഴിക്കോട്ടുള്ള ഉപദേശകന്മാരിൽ ഒരു വിഭാഗം ആളുകൾ ബഷീറിന് ആ രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല എന്ന് വേണം പറയാൻ, ആ ഘട്ടത്തിൽ പ്രത്യേകിച്ച്. അപ്പോൾ അദ്ദേഹം എന്നിട്ടും എഴുതിയിട്ടുള്ളത് എന്താ? അൽഹക്കിൻ്റെയും ഏറ്റവും അടിയിൽ അവസാനം എഴുതിയിട്ടുള്ളതെന്ന അടിക്കുറിപ്പായിട്ട്. കാരണം അദ്ദേഹം എന്നെ തിരുത്താൻ ശ്രമിച്ചവരോട് ആ മറുപടിയാണ് ആ അടിക്കുറിപ്പിൽ എഴുതുന്നത്. അത് തന്നെ സത്യം എന്ന് പിന്നെ എഴുതുകയാണ് അയാൾ, അല്ലെങ്കിൽ അടിക്കുറിപ്പ് ആവശ്യമില്ലല്ലോ. അപ്പം എല്ലാവരുടെയും ഉപദേശം സ്വീകരിച്ച് കുഴപ്പം വേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് ചെറിയ തിരുത്തലുകളും ചെറിയ സമീപന മാറ്റമൊക്കെ സ്വാഭാവികമായിട്ട് ഈ കുടുംബമൊക്കെ ജീവിക്കുമ്പം മനുഷ്യന് സംഭവിക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു തരത്തിലുള്ളതാണ്. എന്നാലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും വിധേയമാകാൻ കൂട്ടാക്കാത്ത ഒരാളായിരുന്നു ബഷീർ, അതിന് വിസമ്മതിച്ച ഒരാളായിരുന്നു. അതുകൊണ്ട് ബഷീർ എപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബഷീറായി വേറിട്ട് നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ആരൊക്കെ ശ്രമിച്ചാലും, ആരൊക്കെ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാലും, ആരൊക്കെ എന്തൊക്കെ ഉപദേശങ്ങൾ നൽകിയാലും ബഷീർ പൂർണ്ണമായി അത് തിരുത്താൻ തയ്യാറല്ല. ബഷീറിൻ്റെ പ്രണയം എന്ന് പറയുന്നതും ബഷീറിൻ്റെ സൂഫി ആശയം എന്ന് പറയുന്നതും ഒക്കെ പരസ്പരം കൂടിക്കുഴഞ്ഞു നിൽക്കുന്നതാണ്. അതുകൊണ്ടാണല്ലോ ബഷീർ നാഥ എന്ന് പറയുമ്പോൾ നാഥേ എന്നും പറയുന്നുണ്ട്. കാരണം ഈ നാഥൻ എന്ന് പറയുമ്പോൾ അതിന് പുല്ലിംഗാണ്. അപ്പോൾ നാഥേ എന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ പോലും ഈ ലിംഗസമത്വത്തിൻ്റെയും അതുപോലെ തന്നെ സാമൂഹിക സമത്വത്തിൻ്റെയും നീതിയുടെ പക്ഷം എന്നുള്ളത് ബഷീറിൻ്റെ രചനകൾ ആ കാലത്താണല്ലോ. അതാണ് നമ്മൾ അതിൻ്റെ ഒരു സവിശേഷത. ഇപ്പോൾ ലിൻഡ ഹുഷ്യൻ പറയുന്നുണ്ട്, ഈ മോഡേണിറ്റിയുടെയും മോഡേണിസത്തിൻ്റെയും ഒക്കെ ഒരു കാലത്ത് ഈ പോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ആധുനികോത്തരമായി ചിന്തിച്ച് ആവിഷ്കാരം നടത്തിയിട്ടുള്ള എഴുത്തുകാർ അപൂർവമായി ഉണ്ട് എന്ന് പറയുന്നത്. പാശ്ചാത്യ ഉദാഹരണങ്ങളാണ് ലിൻഡ ഹുഷ്യൻ നൽകുന്നത്, ഭക്തിനെയൊക്കെ പോലുള്ള. വാസ്തവത്തിൽ ബഷീറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബഷീർ എപ്പോഴും ഒരു പോസ്റ്റ് മോഡേൺ റൈറ്ററാണ്, എപ്പോഴും ഒരു ആധുനികോത്തര എഴുത്തുകാരനാണ്. കാരണം ബഷീറിൻ്റെ ആവിഷ്കാര ശൈലിയിലുള്ള സെൽഫ് റിഫ്ലെക്സിവിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, സ്വയം പ്രകാശനക്ഷമത എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആവിഷ്കാരപരമായിട്ടുള്ള പ്രത്യേകതകൾ നോക്കിക്കഴിഞ്ഞാൽ അത് പഴയകാലത്തെ ആധുനിക സാഹിത്യത്തിൽ ഒതുങ്ങുന്നതോ നിൽക്കുന്നതല്ല. അദ്ദേഹത്തിൻ്റെ പ്രണയം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ വെറുതെ ഒരു മരം ചുറ്റി പ്രണയമല്ല, അതിനപ്പുറത്തുള്ള ഒരു പ്രണയമാണ്. ആ പ്രണയം അദ്ദേഹം കാത്തു നിൽക്കുകയാണ്. അത് തടവറയിൽ പോലും, തടവറ എന്നുള്ളത് നമുക്കറിയാലോ. ഇപ്പം നമ്മൾ തടവറയിൽ നോവൽ എഴുതി പ്രസിദ്ധീകരിക്കാൻ സമ്മതം കിട്ടാത്ത പ്രശ്നമൊക്കെ ഈ കേരളത്തിൽ ഇപ്പോൾ അടുത്ത കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നത് നമുക്ക് കാണാനിടയായി. അപ്പം കേരളത്തിലുൾപ്പെടെ ഇന്ത്യയിൽ തടവറകൾ പോലും തടവറകളുടെ അതിൻ്റെ ഏറ്റവും രൂക്ഷമായ രീതിയിലുള്ള അല്ലെങ്കിൽ ഏറ്റവും പരുക്കനായ രീതിയിലുള്ള മനുഷ്യത്വ വിരുദ്ധതയിലേക്ക് പോകുന്ന ഒരു കാലത്ത് ബഷീറിനെ നമ്മൾ ഓർത്തു നോക്കിയാൽ ബഷീർ ജീവിതം തന്നെ ഒരു തടവറയായ അധിനിവേശത്തിൻ്റെ ഒരു കാലത്താണ് സാഹിത്യം രചിക്കുന്നത്. അതുകൊണ്ട് തടവറക്കകത്ത് അദ്ദേഹം ഒരു സ്വർഗ്ഗലോകം ഉണ്ടാക്കുകയാണ്, ഒരു പൂന്തോട്ടം ഉണ്ടാക്കുകയാണ്, ചെടികൾ വളർത്തുകയാണ്, അവിടെ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്, എഴുതുകയാണ്. ആ കാലത്ത് തടവറയിൽ നിന്ന് എഴുതിയതാണ് അദ്ദേഹത്തിൻ്റെ പ്രേമലേഖനം ഉൾപ്പെടെയുള്ള പല രചനകളും എന്നുള്ളത് ശ്രദ്ധേയമാണ്. അപ്പോൾ ഏത് തടവറയിലായാലും സാർത്തൊക്കെ പറയുന്നുണ്ടല്ലോ, കീൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള നാടകത്തിൽ നോവൽ സമ്മാനം ലഭിച്ചിട്ടും അത് ഉപേക്ഷിച്ചിട്ടുള്ള തിരസ്കരിച്ചിട്ടുള്ള ഴാങ് പോൾ സാർത്ര പറയുന്നുണ്ട്, തടവറയിലായാലും നമുക്ക് ചിന്ത സ്വതന്ത്രമായിരിക്കുന്നു. പക്ഷേ അങ്ങനെ സ്വതന്ത്രമായി ചിന്തിക്കാൻ പോലും തടവറകൾ ഇന്ന് അനുവദിക്കാത്ത രീതിയിലേക്ക് പരിവർത്തിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ നെൽസൺ മണ്ടേലൊക്കെ പോലും തടവറയിൽ നിന്ന് ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നു, വായിക്കാൻ കഴിഞ്ഞിരുന്നു. അത് അവരുടെയൊക്കെ ആത്മകഥകൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇന്ന് തടവറകൾ പോലും കൂടുതൽ പരുഷമായിക്കൊണ്ടിരിക്കുന്ന, കൂടുതൽ മനുഷ്യത്വ വിരുദ്ധമായി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രം തന്നെ വലിയ തടവറയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ബഷീറിനെ പോലുള്ള സമരോത്സുക ദാർശനിക രചയിതാക്കളുടെ സാഹിത്യത്തിൻ്റെ സവിശേഷത വാസ്തവത്തിൽ നമ്മൾ കാണേണ്ടത്. ബഷീർ ഉണ്ടാക്കിയ ഓരോ കഥാപാത്രവും ഇപ്പോൾ നാട്ടിൽ സാധാരണ ഇപ്പോൾ ഉള്ള ഒരു പുതിയ തലമുറ വാസ്തവത്തിൽ ബഷീറിനെ കണ്ടവരൊന്നുമല്ല.
കാരണം ബഷീർ മരിച്ചുപോയ ശേഷം ജനിച്ചു വീണ ആളുകളാണ് പുതിയ തലമുറയിലുള്ള യുവാക്കൾ യുവതികളൊക്കെ. എന്നാലും ബഷീറിനെ നമ്മൾ ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലായാലും ഏത് വിദ്യാർത്ഥികളോടായാലും ചോദിക്കുമ്പോൾ ബഷീറിൻ്റെ ഏതെങ്കിലും കഥാപാത്രത്തിന് അറിയാത്ത കാരണം ബഷീറിൻ്റെ ഓരോ കഥാപാത്രത്തിനെയും സുഹറയെ അറിയാം, മജീദിനെ അറിയാം, കേശവൻ നായരെ അറിയാം, സാറാമ്മയെ അറിയാം, അതുപോലെ ആനവാരി രാമൻ നായരെ അറിയാം. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആളുകൾക്കൊക്കെ നമ്മുടെ നാട്ടിൽ പല പ്രയോഗങ്ങളും ഭാഷാപരമായ പ്രയോഗങ്ങൾ പോലും എട്ടുകാലി മമ്മൂഞ്ഞ്, നീ ഒരു എട്ടുകാലി മമ്മൂഞ്ഞാണ്ടാകും നമ്മളെ നാട്ടും പുറത്തും സാധാരണക്കാർ പറയുന്നത് കേൾക്കാം. അപ്പോൾ ഈ എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലുള്ള ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ ഈ ബഷീറിൻ്റെ ഓരോ കഥാപാത്രവും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വേറിട്ട് നിൽക്കുന്ന ഒരിടാണത്, വേറിട്ട് നിൽക്കുന്ന ഒരു സ്വത്വമാണത്, ഐഡൻറ്റിറ്റിയാണത്. കാരണം അതിന് പകരക്കാരനായിട്ട് അല്ലെ പകരക്കാരിയായി നമുക്ക് ഒരു ആളെ കണ്ടെത്താൻ കഴിയില്ല. ഇപ്പോൾ സാറമ്മയും കേശവൻ നായരുമായിട്ടുള്ള ഈ സംവാദത്തിൽ തന്നെ നിൻ്റെ തലക്കുള്ളിൽ നിലാവെളിച്ചാണെന്ന് പറയും. തലക്കുള്ളിൽ നിലാവെളിച്ചാണെന്ന് പറഞ്ഞാൽ വലിയ സ്ത്രീവിരുദ്ധമായ പ്രയോഗമാണ്. പക്ഷേ തൊട്ടടുത്ത വാചകം ബഷീറിനെ അറിയാം, നിലാവെളിച്ചമാണെങ്കിലും നിന്നെപ്പോലെ ചിന്തിക്കാനും ആലോചിക്കാനും എന്നുള്ള ബുദ്ധി എനിക്കില്ല സാറമ്മയെന്ന്. കാരണം ഇവർ നമ്മൾ രണ്ടുപേരും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എന്താവും എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ വളരെ ഗൗരവമുള്ള ഭാവിയിൽ നേരിടാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളാണല്ലോ ഉന്നയിക്കുന്നത്. അപ്പം വളരെ വൈകാരികമായി മാത്രമല്ല ദൈക്ഷണികമായും സാറാമ്മ ചിന്തക്ക് പിന്നിലല്ല മുന്നിൽ തന്നെയാണ് എന്ന് കൂട്ടിച്ചേർക്കുകയും കൂടി ചെയ്യാണ്. അപ്പം ബഷീറിൻ്റെ കരുതൽ ഭയങ്കരമാണ് ഭാഷയിലൊക്കെ ഉള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ പാത്തുമ്മയുടെ ആട് പോലുള്ളൊരു പുസ്തകം ആ കാലത്ത് എഴുതുന്നു. ഇവിടെയുള്ള ഈ നമ്മുടെ സവർണവൽക്കരിക്കപ്പെട്ട മലയാള ഭാഷയിൽ വലിയ രീതിയിലുള്ളൊരു തിരുത്തായിരുന്നു അത്. അങ്ങനെ ഒരു തിരുത്ത് ആ കാലത്ത് വരുത്താൻ ഇപ്പം ബഷീർ എഴുതി കൊണ്ടുപോയി കൊടുക്കുന്ന പല രചനകളിൽ നിന്നും ഉമ്മാന്നും ഉപ്പാന്നും ഒക്കെ കുത്തിക്കളഞ്ഞ് അതിന് പകരം മാതാവ് പിതാവ് എന്നൊക്കെ എഴുതുന്ന ഒരു കാലത്ത് ബഷീർ ഇതുപോലുള്ളൊരു രചന കൂടി എഴുതുകയും അത് സമൂഹത്തിലേക്ക് വരികയും പല ഭാഷകളിൽ ആ കാലഘട്ടത്തിൽ തന്നെ പരിഭാഷപ്പെടുത്തുകയും നമ്മുടെ കേരളത്തിൽ തന്നെ ടെക്സ്റ്റ് ബുക്കാവുകയും ഒരു വശത്ത്, മറുവശത്ത് അതിന് വലിയ വിമർശനങ്ങൾ ഉണ്ടാവുകയും. വാസ്തവത്തിൽ എന്താ വിമർശിക്കാനുള്ളത്? ബഷീറിനെ പോലുള്ള ഒരു വലിയ സൂഫി വര്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അർത്ഥത്തിലുള്ള സൂഫി വര്യല്ല. ഇന്നിപ്പോൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പിന്നെ പല സ്ഥലത്തേക്കും പോകുന്ന സൂഫികളൊക്കെ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. അങ്ങനെയുള്ളൊരു സൂഫിയല്ല, മരുഭൂമിയിലൂടെ അലഞ്ഞി തിരിഞ്ഞ് നടന്നിട്ടുള്ള എവിടെയും എങ്ങനെയും സത്യം കണ്ടെത്താനുള്ള അന്വേഷണ ത്വരയുമായി ജീവിതം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ബഷീറിൻ്റെ ഒരുപാട് ഫോട്ടോസ്, ആയിരക്കണക്കിന് ഫോട്ടോസ് എടുത്ത ഒരാളാണ് നമ്മുടെ ഈ കോഴിക്കോട്ടുകാരനായിട്ടുള്ള പുനലൂർ രാജൻ. അദ്ദേഹത്തിൻ്റെ ശേഖരത്തിലുള്ള മിക്കവാറും എല്ലാ ഫോട്ടോസും അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത്, ഇപ്പോൾ അടുത്ത് കോവിഡ് കാലത്താണ് മരിച്ചത്, എനിക്ക് കാണിച്ചു തരുന്നുണ്ടായി. അപ്പോൾ അതിലൊക്കെ ഒരുപാട് വിശിഷ്ട അതിഥികളൊക്കെ വീട്ടിൽ വരുമ്പോൾ മുറ്റത്ത് ബഷീർ ഇരിക്കുന്നത് നഗ്നനായിട്ടാണ്. നഗ്നൻ എന്ന് പറഞ്ഞാൽ അർദ്ധനഗ്നനായിട്ടാണ്, ഷർട്ടൊന്നും ഇടാതെ. ഷർട്ടില്ലാത്തതുകൊണ്ടല്ല, ഷർട്ട് ഇടുന്നതിന് ആവശ്യത്തിനൊക്കെ ഷർട്ട് ധരിക്കുന്ന ആളാണ്. പക്ഷേ ബഷീർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പ്രത്യേകിച്ച് ആ കാലഘട്ടത്തൊക്കെ ഒരു 70കൾക്ക് മുമ്പൊക്കെ മഹാഭൂരിപക്ഷം മനുഷ്യർ തന്നെയും അർദ്ധനഗ്നരാണ്. വസ്ത്രമൊക്കെ ആ രീതിയിൽ മാത്രമേ ലഭ്യതയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഇപ്പം ഗാന്ധിജി തന്നെ വസ്ത്രം ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നത് ആ ഒരു ഘട്ടത്തിലാണല്ലോ, ആളുകൾക്കൊക്കെ വസ്ത്രം ലഭിക്കാത്തൊരു കാലത്താണ്. അപ്പം ആ രീതിയിൽ ബഷീർ ഇങ്ങനെ വെറും ഒരു മുണ്ടെടുത്ത് അവിടെ ഇരുന്ന് ആളുകളെ മുഴുവൻ സംബോധന ചെയ്ത് സംസാരിക്കുന്നത്, ചായ സൽക്കാരം നടന്ന്, ഒരു വശത്ത് പച്ചയായ ഒരു മനുഷ്യൻ, മറുവശത്ത് വളരെ ആയിട്ടുള്ള ഒരു എഴുത്തുകാരൻ. ഈ രീതിയിൽ ബഷീറിൻ്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബഷീർ ഒരു വിസ്മയമാണ്. ബഷീറിൻ്റെ രചനകൾ, ബഷീറിൻ്റെ ജീവിതം, ബഷീറിൻ്റെ ആഖ്യാന രീതി, ബഷീറിൻ്റെ ചോദ്യങ്ങൾ, എല്ലാ കാര്യത്തിലും ബഷീറിന് വിപരീതങ്ങളുമായി മുന്നോട്ട് പോകുന്നത് കാണാൻ പറ്റും. കാരണം ഒരു ചോദ്യം, ആണിനെക്കുറിച്ചുള്ളൊരു ചോദ്യത്തോടൊപ്പം തന്നെ ആണിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ പെണ്ണിനെക്കുറിച്ചുള്ള ഒരു ചോദ്യം കൂടി ഉണ്ടാവും. അതിൻ്റെ മറുവശം അല്ലെങ്കിൽ നമ്മൾ സാധാരണ ആൻറ്റിതീസിസ് എന്നൊക്കെ പറയുമല്ലോ, ആൻറ്റിതീസിസ് ഉണ്ടാവും. ഇങ്ങനെ സംവാദാത്മകമായി വികസിക്കുന്ന ഒരു സാഹിത്യ പരിസരം ബഷീറിലുടനീളം കാണാൻ പറ്റും.
എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെയായിരിക്കണം ബഷീറിന് ഇപ്പോഴും ഇത്രമാത്രം വായനക്കാരുണ്ടാവുന്നത്. ബഷീറിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചില്ലെങ്കിലും മറ്റ് പല പുരസ്കാരങ്ങളും നിഷേധിക്കപ്പെട്ടെങ്കിലും ബഷീറിൻ്റെ എഴുത്ത് വാസ്തവത്തിൽ കേരളത്തിലെ സാമൂഹിക ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റെ നിറസാന്നിധ്യം എന്നുള്ളത്, അതിൻ്റെ വായനക്കാർ എന്നുള്ളത് വാസ്തവത്തിൽ ബഷീറിനെ എഴുത്തച്ഛൻ പുരസ്കാരത്തേക്കാൾ വലിയ പുരസ്കാരങ്ങൾ നൽകി നിരന്തരം ആദരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ ഞാനങ്ങനെ എല്ലാ കാലവും നിലനിൽക്കേണ്ട ആളൊന്നുമല്ല, ഞാൻ വലിയ ത്യാഗിയൊന്നുമല്ല എന്ന് ബഷീർ പറയുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഇത്ര രസകരമായി അദ്ദേഹം പറയുന്നത്. ഞാൻ ത്യാഗിയൊന്നുമല്ല, എന്തുകൊണ്ടാണ് ഞാൻ ത്യാഗിയല്ല എന്ന് പറയുന്നു വിശദീകരിക്കുന്നുണ്ട്. അവിടെ അദ്ദേഹം പറയുന്നുണ്ട്, പിന്നെ ഈ രാജ്യത്ത് എത്ര പേർ തടവറയിൽ കിടന്നു, എത്ര വർഷങ്ങളോളം തടവറയിൽ കിടന്നു, എത്ര പേർ കൈയും കാലും ഒടിഞ്ഞുപോയി പോലീസുകാരുടെ മർദ്ദനേറ്റിട്ട്, എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അങ്ങനെ നോക്കുമ്പോൾ ഞാനൊന്നും വലിയ ത്യാഗിയല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ എന്നുള്ളത് ഒരേ സമയം ഞാൻ എന്നുള്ളത് വേറിട്ട ഒരു ബഷീർ. അതുകൊണ്ടാണ് ബഷീർ വേറിട്ട വ്യക്തിയാണെന്നുള്ള ബോധ്യം ബഷീറിന് തുടക്കം മുതലേ ഉണ്ട്. അതുകൊണ്ടാണ് ബഷീർ ബുക്ക് സ്റ്റാൾ എന്ന് തന്നെ പേരിട്ടിട്ടാണ് ബഷീർ ബുക്ക് സ്റ്റാൾ നടത്തിയത്. ആ ബഷീർ ബുക്ക് സ്റ്റാൾ നടത്തിയ ബഷീർ വേറിട്ടൊരു വ്യക്തിയാണെന്നും വേറിട്ടൊരു എഴുത്തുകാരനാണെന്നും എഴുത്തിലൂടെ ഒരു സമാന്തര ലോകം സൃഷ്ടിക്കുകയാണെന്നും ബോധ്യമുണ്ടായിരുന്നു. അതേസമയം ഞാൻ എന്നതല്ല, ഞാൻ എന്നുള്ളത് ഈ പ്രപഞ്ചത്തിലെ വളരെ ചെറിയ ഒന്ന് മാത്രമാണ്, ഒരു ഘടകം മാത്രമാണ്. ഈ പ്രപഞ്ചത്തിലെ മഹാപ്രപഞ്ചത്തിലെ വളരെ ചെറിയ ഒരു ഘടകം മാത്രമാണ് എന്ന് ബഷീർ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ബഷീറിൻ്റെ പാരിസ്ഥിതിക ബോധമായാലും ബഷീറിൻ്റെ സാമൂഹിക ബോധമായാലും ബഷീറിൻ്റെ നീതിയെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും ഒക്കെയുള്ള ബോധമായാലും അതുപോലെ മതസൗഹാർദ്ദപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളായാലും സാഹിത്യത്തിലാണെങ്കിലും നമ്മൾ രണ്ട് ഹൃദയങ്ങൾ എന്നുള്ള അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വെറും ഒരു രോഗിയായ ഒരാളെ പരിചരിക്കുന്ന ഒരാൾക്ക് പോലും അദ്ദേഹത്തിൻ്റെ മതസ്വത്വം തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അകൽച്ചയും ആ അകൽച്ചയുടെ അടിസ്ഥാനത്തിലുള്ള വേർപിരിയലും അടയാളപ്പെടുത്തുമോ ആ രണ്ട് ഹൃദയങ്ങളിലെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ചെറുതും വലുതുമായ എല്ലാ കഥകളിലും നമുക്ക് ഒരു സ്നേഹസാന്ദ്രമായ അനുകമ്പയുടെ സൗഹൃദാത്മകതയുടെ ഒക്കെ ഒരു തന്തു നമുക്ക് കാണാൻ പറ്റും. അത് ഒരു സവിശേഷതയാണ് ബഷീറിന്. കാരണം എല്ലാ മനുഷ്യരും ഒന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ ഒരു ഏകത്വത്തിലേക്ക്, ആ ഒരു ഏകതാ മനോഭാവത്തിലേക്ക് മനുഷ്യൻ നയിക്കപ്പെടുകയാണെങ്കിൽ പിന്നെ അവിടെ ഈ മതിലുകൾക്ക് പ്രത്യേകിച്ച് ഒരു ഇടമില്ല. അപ്പോഴും എന്താണ് അനന്തത, എന്താണ് അനശ്വരത, അങ്ങനെ ഒന്നുണ്ടോ? ഈ ഒരു ചോദ്യം ബഷീർ നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്നു നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ബഷീർ തടവറയിൽ ഇരിക്കുന്ന കാലത്ത് തടവറ സ്വാഭാവികമായിട്ടും നിശ്ചയ സമയമാകുമ്പം അത് അടച്ചുപൂട്ടി ആളുകൾ അകത്തേക്കാക്കും, ആ സെല്ലിലേക്ക്. ആ സമയം ഓർത്ത് പറയുന്നുണ്ട്. മതിലുകളിലും മറ്റ് ആവിഷ്കാരങ്ങളിലും അത് പറയുന്നുണ്ട്. ഞാനും അനന്തതയും മാത്രമായി എന്നാണ്. അപ്പം ബഷീർ ആ രീതിയിൽ മറ്റ് എഴുത്തുകാരിൽ നിന്ന് വിഭിന്നമായി, മറ്റ് രചനകളിൽ നിന്ന് വിഭിന്നമായി ഒരേ സമയം വളരെ ഭൗതികമായിട്ടുള്ള, വളരെ എഫമറലായിട്ടുള്ള, വളരെ സാന്ദർഭികമായിട്ടുള്ള ജീവിതത്തിൻ്റെ പച്ചയായ മുഹൂർത്തങ്ങൾ ആവിഷ്കരിക്കുക, തമാശകൾ ആവിഷ്കരിക്കുക, തമാശകൾ പറയുക, ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ മറുവശത്ത് വളരെ മെറ്റാഫിസിക്കലായിട്ടുള്ള അന്വേഷണാത്മകതയുടെ മണ്ഡലം കൂടി എഴുത്തുകളിൽ അദ്ദേഹത്തിൻ്റെ രചനകളിൽ തുറന്നു വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ഒരു വേറിട്ട ഒരു എഴുത്തിൻ്റെയും വേറിട്ട ഒരു ആഖ്യാനത്തിൻ്റെയും സ്പേസ് വാസ്തവത്തിൽ ബഷീറിന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് മറ്റ് എഴുത്തുകാരിൽ നമുക്ക് കഴിയാത്ത അല്ലെങ്കിൽ കാണാൻ കഴിയാത്ത ഒരു പ്രതിഭാസമാണ്. അതുകൊണ്ടാണ് എല്ലാ പ്രണയങ്ങളും അതിൻ്റെ മെറ്റീരിയാലിറ്റിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. എല്ലാ പ്രണയങ്ങൾക്കും അതിൻ്റെ ഒരു ഭൗതികപരതക്കപ്പുറത്ത് ഖലീൽ ജിബ്രാൻ്റെയൊക്കെ ഇതിൽ കാണുന്ന മാതിരി മറ്റൊരു മണ്ഡലം കൂടി, മറ്റൊരു തലം കൂടി നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സാമ്പ്രദായിക അർത്ഥത്തിലുള്ള ഒരു സ്പിരിച്വാലിറ്റിയോ അല്ലെങ്കിൽ സാമ്പ്രദായിക അർത്ഥത്തിലുള്ള ഒരു മതാത്മകതയോ ആണ് എന്നും ഞാൻ കരുതുന്നില്ല. മറിച്ച് അതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു തരത്തിലുള്ള ഒരു അന്വേഷണാത്മകത അല്ലെങ്കിൽ അന്വേഷണ ത്വര എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെ
സമീപിക്കുന്നത്. തീർച്ചയായും ഒരുപാട് സംവാദ സാധ്യതയുള്ള ബഷീറിനെ മുൻനിർത്തി ഒരുപാട് സംവാദ സാധ്യതകൾ ഇപ്പോഴും അവശേഷിക്കുകയാണ്. കാരണം വെച്ചാൽ അത്രമാത്രം ജോലി. ഇപ്പോൾ ശബ്ദങ്ങൾ എന്ന കൃതിയോ അല്ലെങ്കിൽ ഏത് കൃതി എടുത്താലും ഈ കൃതിയിലൊക്കെ ചില കൃതികൾ മാത്രമേ ഉള്ളൂ വളരെ സാധാരണമായിട്ടുള്ള ചില ആഖ്യാനങ്ങൾ. മറ്റെല്ലാറ്റിലും വലിയ ആഴത്തിലുള്ള ദാർശനികമായ അന്വേഷണങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബഹുവിധമായിട്ടുള്ള അന്വേഷണങ്ങളുടെ അപഗ്രഥനങ്ങളുടെ ഒക്കെ ഭാഗവും നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ബഷീറിനെ സംബന്ധിച്ചിടത്തോളം ബഷീർ തീർച്ചയായും ഈ ഒരു ചരമദിനത്തിലോ ജന്മദിനത്തിലോ മാത്രം ഓർമ്മിക്കപ്പെടേണ്ട, ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വ്യക്തിയല്ല. അങ്ങനെയും ഓർമ്മിക്കപ്പെടുന്നു എന്നുള്ളത് തീർച്ചയായും വളരെ ആരോഗ്യകരമായ ഒരു പ്രവണതയാണ്. കാരണം മറ്റ് പല എഴുത്തുകാർക്കും, എത്ര വലിയ എഴുത്തുകാർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുരസ്കാരങ്ങൾ കിട്ടിയ ആളുകൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അവരെയൊക്കെ നമുക്ക് എത്ര പേർക്കറിയാം, സമൂഹത്തിൽ എത്ര പേർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇന്നും സമൂഹത്തിൽ ബഷീറിൻ്റെ എഴുത്തുകൾ ആദരിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഭരണകൂടങ്ങൾക്ക് അദ്ദേഹത്തെ അർഹിക്കും വിധത്തിൽ ആദരിക്കാൻ കഴിയാതെ പോയോ എന്നതുകൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതങ്ങനെ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഒഴിവാക്കലുകൾ, പ്രാന്തവൽക്കരണങ്ങൾ തുടരുകയാണ്. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇന്ന് ബഷീറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ബഷീറിനെ കുറിച്ച് കേരളം മുഴുവൻ ഒട്ടനവധി ആളുകൾക്ക് ബഷീറിൻ്റെ കൃതികളൊക്കെ ലഭ്യമായതുകൊണ്ട് തന്നെ പറയാനും സംസാരിക്കാനും ഒരുപാട് അവസരങ്ങളുടെ ഒരുപാട് പേർ പറയുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും കേരളത്തിലെ ഇപ്പോൾ പാട്ടുകാരുടെ കാര്യത്തിലായാലും കവികളുടെ കാര്യത്തിലായാലും മറ്റ് എഴുത്തുകാരുടെ കാര്യത്തിലായാലും അവരൊക്കെ നേരിടുന്ന അവഗണന ഒരു വശത്ത് നിലനിൽക്കുകയാണ്. പേരിന് മാത്രം ഒരു റിസർവേഷൻ കാറ്റഗറി പോലെ ചില ആളുകൾക്ക് ചില അംഗീകാരം ലഭിക്കുന്നു എന്നതൊഴിച്ചു കഴിഞ്ഞാൽ അർഹിക്കുന്ന പ്രാതിനിധ്യം ഇപ്പോഴും കേരളത്തിലെ മലയാളത്തിലെ എഴുത്തുകാർക്ക് ലഭിക്കുന്നുണ്ടോ? അത് പ്രത്യേകിച്ച് ഈ കീഴാള വിഭാഗങ്ങളിൽ നിന്നും പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നും ദളിത് വിഭാഗങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന ചോദ്യം കൂടി ഇതുമായി ചേർത്ത് പറയേണ്ടതാണ്. കാരണം അത് ടി പത്മനാഭൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബഷീർ ചെയർ പങ്കെടുപ്പിച്ച ഒരു പരിപാടിയിൽ പറയുകയുണ്ടായി. അത് വലിയൊരു വാർത്തയാവാതിരുന്ന ഒരു പക്ഷേ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയൊരു പ്രഭാഷണമായതുകൊണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് ബഷീറിൻ്റെ രചനകൾക്ക് ഒരു പ്രത്യേക സംഘം ആളുകൾ, അദ്ദേഹം സമുദായത്തിൻ്റെ പേരൊക്കെ പറഞ്ഞു തന്നെയാണ് പറഞ്ഞത്, അങ്ങനെ വിമർശിക്കുകയും അതിനെ ഇകഴ്ത്തുകയൊക്കെ ചെയ്ത അനുഭവം ഉണ്ടായിരുന്നു. മഹാപണ്ഡിതന്മാരെന്ന് വിചാരിക്കുന്ന ആളുകൾ ആണ് ആ കാലത്ത് ബഷീറിനെ വല്ലാതെ ചെറുതാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ആ ചെറുതാക്കൽ ഇന്നിപ്പോൾ നമ്മൾ വേടന ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യത്തിൽ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ ബഷീറിനെ ഓർമ്മിക്കുന്നത് തീർച്ചയായും നമ്മുടെ സമകാലിക ജീവിതവും ആ പരിസരം പ്രതിദാനം ചെയ്യുന്ന സാഹിത്യത്തെയും സംസ്കാരത്തെയും ഒക്കെ സംബന്ധിക്കുന്ന അന്വേഷണങ്ങളും കൂടി വ്യാപിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ അന്വേഷണങ്ങളൊക്കെ വൃഥാവിലായിപ്പോവുമല്ലോ. അതുകൊണ്ട് ഇപ്പോഴും അതുകൊണ്ടായിരിക്കണമല്ലോ ഈ ബഷീറിന് നിഷേധിക്കപ്പെട്ട പോലെ തന്നെ UA ഖാദറിനും ഇതേ അംഗീകാരം നിഷേധിക്കപ്പെടുന്നത്. ഇനിയും എത്ര പേർക്ക് മറ്റ് ഇതര സമുദായങ്ങളിലുള്ള മുഖ്യധാരയിലുള്ള ഈ സവർണ മൂല്യങ്ങൾ, ബഷീർ സവർണ മൂല്യങ്ങൾക്കും ഒരു പരിധിവരെ വഴങ്ങിയിരുന്നു. കാരണം സാഹിത്യത്തിലെ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ, ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതാവശ്യമെന്ന് ബഷീറിന് അറിയായിരുന്നു. അതുകൊണ്ട് ബഷീർ 3 തരത്തിലുള്ള ഭാഷ ഉപയോഗിച്ചിരുന്നു. ഒന്ന്, ഈ സവർണവൽക്കരിക്കപ്പെട്ട ആ അർത്ഥത്തിൽ തന്നെ അന്ന് നിലനിന്നിരുന്ന അല്ലെങ്കിൽ നിലനിർത്താൻ ശ്രമിച്ചിരുന്ന സ്റ്റാൻഡേർഡ് ഭാഷ. മറുവശത്ത് ബഷീർ സ്വയം തന്നെ ആന്തരവൽക്കരിച്ച, ജനിച്ചു വളർന്ന പരിസരത്തു നിന്നുള്ള അദ്ദേഹത്തിൻ്റെ പാത്തുമ്മാട് ആടിലുള്ളതുപോലുള്ള വളരെ ഇതായിട്ടുള്ള ഭാഷ. ഇതൊന്നുമല്ലാതെ ഈ ഡുങ്കു ഫുങ്കൂന്നും കുന്ത്രാപ്പി മുസാട്ടെന്നും അങ്ങനെയൊക്കെ പറയുന്ന ബഷീർ മാത്രം ഉണ്ടാക്കിയെടുത്ത പദാവലികൾ നമുക്ക് കുറേയധികം കാണാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ വേറിട്ട ഭാഷ കൊണ്ട്, വേറിട്ട സമരങ്ങൾ കൊണ്ട് സാഹിത്യത്തിലൊരു ഇടമുണ്ടാക്കിയെടുത്ത ബഷീർ നമ്മളോട് ഇന്ന് പറയുന്ന ഒരു കാര്യം, ഇന്നും ആ സമരം വാസ്തവത്തിൽ സാഹിത്യത്തിലായാലും ശരി സംസ്കാരത്തിലായാലും ശരി ഇടപെടലിലൂടെ നടത്തിക്കൊണ്ടിരിക്കണമെന്നാണ് എനിക്ക് അദ്ദേഹത്തെ വായിക്കും തോറും തോന്നിയിട്ടുള്ളത്. കാരണം അദ്ദേഹം വേറിട്ട ഒരു വ്യക്തിയായി ജീവിക്കുക മാത്രമല്ല, എഴുതുക മാത്രമല്ല, നിരന്തരം അത് പ്രക്ഷേപിച്ചുകൊണ്ട്
ആ ഒരു ഇടം സമൂഹത്തിൽ ഉണ്ടാവണം, ഭാവിയിൽ ഉണ്ടാവണമെന്ന് കാംക്ഷിച്ചുകൊണ്ട് ജീവിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തീർച്ചയായും ബഷീറിനോട് നമുക്ക് നീതി കാണിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ബഷീറിൻ്റെ എഴുത്തുകളെ നമ്മൾ സാഗൂതം ശ്രദ്ധിക്കുകയും നിരന്തരം വായിക്കുകയും നിരന്തരം പുനർവായിക്കുകയും നിരന്തരം വിമർശിക്കുകയും ആ വിമർശനത്തിലൂടെ പുതിയൊരു ലോകത്തെ, പുതിയൊരു സാധ്യതയെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്നും നിലനിൽക്കുന്ന ഈ തരത്തിലുള്ള അധിക്ഷേപങ്ങളെ, പരിഹാസങ്ങളെ, കറുപ്പിനോടുള്ള പരിഹാസം, ഭാഷയോടുള്ള പരിഹാസം, വേടനോടുള്ള പരിഹാസം, ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ കൂടി നമ്മൾ ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ നമ്മുടെ സംവാദങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ബഷീറിനെ സ്മരിച്ചുകൊണ്ട് പറയാനുള്ളത്.